ഹലോ, നമ്മൾ ക്രീക്കിലേക്ക് ഒരു യാത്ര പോവാണ്. അപ്പോൾ ക്രീക്കിലേക്ക് പോകാനായിട്ട് മെട്രോ ഉണ്ട്. മെട്രോ ഗ്രീൻ ലൈനാണ് ട്രെയിൻ വരുന്നത്. അപ്പം എളുപ്പം നമുക്ക് എത്താൻ പറ്റും. ഫൈനൽ സ്റ്റേഷൻ ക്രീക്ക് തന്നെയാണ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതുപോലത്തെ ഫസ്റ്റ് തന്നെ കാണാനായിട്ട് വരുന്നത് ഒരു നല്ല ഭംഗിയുള്ള പഴയ കപ്പലിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബോട്ടിലേക്കുള്ള ടിക്കറ്റ് കിട്ടും. ഇനി കുറച്ച് അജയ് സാറിൻ്റെ ഒരു കഥ കേട്ടോളൂ കേട്ടോ. ഇതാണ് പണ്ട് നമ്മുടെ ഗായത്രി മഹാറാണി വെച്ചിരുന്ന ബോട്ടാണിത്. നമുക്ക് ബോട്ടിൽ ഇവിടെയാണ് നമ്മുടെ ഗായത്രി പണ്ട് ഈ കപ്പൽ ഈ വഴി കൂടെയാണ് വന്നത്. ആ വഴി കാണിച്ച വഴി ഗായത്രി പറഞ്ഞ മഹാറാണിയല്ലേ. ഓക്കെ, ഗായത്രി പറഞ്ഞ മഹാറാണി ഈ കപ്പൽ കിടക്കുന്ന കപ്പലിലൂടെ ആ വഴി കൂടെ സഞ്ചരിച്ചിട്ടാണ് ഇവിടെ വന്ന് ഈ ദുബായ് കടപ്പുറത്ത് ഇറങ്ങി ഇങ്ങനെ നിന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ കപ്പലൊന്ന് കാണാം. കപ്പലൊന്ന് കണ്ടേ, തോന്നിയതൊക്കെ നല്ല രസമുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കാണാനായിട്ട്. അവിടെ ക്രൂസ് കപ്പൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പഴയ പൊട്ടിപ്പൊളിഞ്ഞ കപ്പലുകളുടെയൊക്കെ ഡിസ്പ്ലേ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ സൺസെറ്റ് കാണാൻ നല്ല രസമാണ്. ഇവിടുത്തെ സൺസെറ്റ് ഒരു വൈബുള്ള പ്ലേസ്. അതായത് നമ്മൾ കുറച്ചൊരു ശാന്തതയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന പ്ലേസാണ്. ഭയങ്കര കലപിലൊന്നുമില്ല. നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിലേക്ക് പോവുകയാണ്. അവിടെ RTA ബോട്ട് തന്നെയാണ്. നമ്മൾ എൻറോൾ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് വെച്ചിട്ട് പോകാൻ പറ്റും. മെട്രോ പോകുന്ന പോലെ തന്നെ ബോട്ട് സർവീസും നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ ആലപ്പുഴയിലൊക്കെ ഇല്ലേ ബോട്ട്, അങ്ങനത്തെ. അപ്പോൾ ബോട്ട് കയറിയിട്ട് നമുക്ക് 2 സൈഡിലേക്ക് പോകാൻ പറ്റുമേ. ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ദുബായ് ഫെസ്റ്റിവൽ മാളാണ്. പിന്നെ രണ്ടാമത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വേറെ കുറേ കാണാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയും ഇതുപോലെ തന്നെ കൂടുതലും ബിൽഡിങ്ങാണ്. അവിടെ MRൻ്റെ ബിൽഡിങ്സാണ്. പിന്നെ കുറച്ച് കാണാനുള്ള പ്ലേസസ് ഉണ്ട്. ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. നമ്മൾ ഫസ്റ്റ് ഇപ്പുറത്തെ സൈഡിലേക്കാണ് പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ദുബായ് ഫെസ്റ്റിവൽ മാളുണ്ട്. പിന്നെ കുറച്ച് കാണാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ബോട്ട് റൈഡ് നല്ല രസമാണ് കേട്ടോ. ഭയങ്കര ഒരു ഫീലാണ്. ഞങ്ങളിങ്ങനെ മാളിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കറങ്ങി കുറച്ച് ഫുഡൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ പുറത്തേക്കൊക്കെ വന്നു. ഇങ്ങനെ ഇപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ടോയ് ട്രെയിനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു കുട്ടി ഒരു പാരൻറ്റ് അങ്ങനെ ഇരിക്കാൻ പറ്റും. 15 ദിർഹമോ 30 അങ്ങനെ എന്തോ ആണ് ഓരോ ട്രിപ്പിന്. നല്ല രസമുണ്ട് കാണാനായിട്ട്.
പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ചിരുന്ന് പിന്നെ രാത്രി ആവാറായപ്പോഴത്തേക്കും അപ്പോൾ പിന്നെ ഫൗണ്ടൻ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫൗണ്ടൻ ഷോ കുറച്ച് നേരം കണ്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നിങ്ങളും കുറച്ച് നേരം ഫൗണ്ടൻ ഷോ കണ്ടോളൂ. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സൈഡിലോട്ട് നമ്മൾ പോവുകയാണ്. അടുത്ത സൈഡ് എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും ബിൽഡിങ്സാണ്, ഈ ലക്ഷറി ബിൽഡിങ്സ്, ആൾക്കാർ നിൽക്കുന്ന പ്ലേസസാണ്. എമൗണ്ട് ബിൽഡിങ്ങാണ് കൂടുതലും. പക്ഷേ അവിടെ കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ ക്രൂയിസ് പരിപാടികളൊക്കെ ഉണ്ട്, ബോട്ടുണ്ട്. ഹോളിഡേ സീസൺ ആകുമ്പോഴാണ് കൂടുതലും അത് ആക്റ്റീവ് ആവുക. പിന്നെ അവിടെ കാണാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജുണ്ട്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് മേലോട്ട് കയറുന്ന പോലെ കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല ബ്രിഡ്ജുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ കുട്ടികളിങ്ങനെ കളിക്കാനായിട്ട് ചെറിയ ഫൗണ്ടൻ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം പോകുന്ന വഴി നല്ല രസമാട്ടോ. ഫുള്ളി ബിൽഡിങ്സാണ്. പിന്നെ ലൈറ്റ്സാണ്, ഫുൾ ലൈറ്റാണ്. നമുക്ക് കാണാൻ നല്ല രസമാണ് ബോട്ടിൽ പോകുന്ന വഴി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫൗണ്ടൻ ഉണ്ട്. ഇത് അത്ര വലുതല്ല, പിന്നെ നമ്മൾ നടക്കുന്ന വഴിയിലും കൂടെയാണ്. അപ്പം കുട്ടികൾക്ക് ഇങ്ങനെ ഓടിക്കളിക്കാനായിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ തോർത്തൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓടിക്കളിച്ചത് കഴിയുമ്പോൾ നൈസായിട്ട് തോർത്തി ഡ്രസ്സൊക്കെ മാറ്റി പോകുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ആൾക്കാർക്ക് ഇങ്ങനെ കളിക്കാനായിട്ടുള്ള ഒരു സംഭവമുണ്ട് ഇവിടെ. ഐ ലവ് UAE എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുട്ടികളിങ്ങനെ കയറി ഇറങ്ങാനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു സിസ്റ്റമാണ്. അത് നല്ല രസമുണ്ട്. അതേപോലെ തന്നെ കുറച്ച് അപ്പുറത്ത് മാറിയിട്ടൊരു ബ്രിഡ്ജുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ പിന്നെ ഇതുപോലെ കുറച്ച് നേരം നിന്ന് കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇതുവരെ പോവാത്തവർ ക്രീക്കിൽ പോയി കാണാൻ, അടിപൊളി സ്ഥലമാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.